നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങളുടെ റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാനും ഇന്നത്തെ നിങ്ങളുടെ കറൻറ്റ് സമയം എങ്ങനെയാണെന്നും കരിയർ ആയാലും ഫിനാൻഷ്യൽ ആയാലും റിലേഷൻഷിപ്പ് പരമായിട്ടാണെങ്കിലും ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാം എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ യൂണിവേഴ്സൽ മെസ്സേജ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നല്ലൊരു ഗൈഡൻസ് കിട്ടണമെങ്കിൽ ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്ത് നിങ്ങൾ റീഡിങ്സ് കേൾക്കണം. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന ഒരു റീഡിങ്സ് ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത്, നിങ്ങൾക്ക് ഏതൊക്കെ തലത്തിൽ എത്രത്തോളം സ്റ്റെബിലിറ്റിയോട് കൂടി പോകണം, നിങ്ങൾക്കൊരു മാസം എന്താണ് ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു വരുമാനം ഉണ്ടാവേണ്ടത്, കരിയർ പാതകളിൽ മാറ്റം വരേണ്ടത്, ബന്ധങ്ങളിൽ മാറ്റം വരേണ്ടത്, ഇതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും അഫർമേഷൻസ് ആയിട്ട് എഴുതണം. നിങ്ങൾ ഒരിക്കലും അഫർമേഷൻസ് എഴുതുന്നത് സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം അത് നിർത്താതെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് എഴുതി പൊയ്ക്കോളുക. നിങ്ങൾ പോലും അറിയണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. ഞാനത് എഴുതി ഒപ്പുവെച്ച് തരാം. നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ വിശ്വാസത്തോടെ ഹാപ്പി മൈൻഡോടു കൂടി നിങ്ങൾ എഴുതിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, അത് സാമ്പത്തികമായിക്കോട്ടെ, നഷ്ടപ്പെട്ട സാമ്പത്തികമായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് സാഹചര്യങ്ങളായിക്കോട്ടെ, അത് നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം, അഫർമേഷൻസ്, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരിക തന്നെ ചെയ്യും കേട്ടോ. അതിനകത്ത് യാതൊരു സംശയവുമില്ല എന്നുള്ളത് ഞാൻ 100% ഉറപ്പ് പറയുന്നു. അക്ഷരങ്ങളെന്ന് പറയുന്നത് ശക്തമാണ്, മാജിക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അത് കൊണ്ടാണ് അഫർമേഷൻസിനെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ആണെന്നും അത് നിങ്ങൾ ശക്തമായിട്ട് എഴുതുക എന്നും പറയുന്നത്. കൂടാതെ പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്ന് നിങ്ങളുടെ സമയവും കാര്യങ്ങളും മുന്നോട്ടേക്കുള്ള എല്ലാത്തിനെക്കുറിച്ചും, ബ്ലോക്കേജുകളെയും നെഗറ്റീവ് പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെയും എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ച് നല്ലൊരു ക്ലാരിറ്റിയോട് കൂടി എടുത്ത് നോക്കുന്നത് നല്ലതാണ്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് തന്നെ വേൾഡ് കാർഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രൊട്ടക്റ്റഡ് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. വളരെയധികം നിങ്ങൾ ബുദ്ധിപരമായിട്ട് നിങ്ങളുടെ ചിന്തകൾ വളരെ പോസിറ്റീവായിട്ട് ഇന്നത്തെ ദിവസം പ്രവർത്തിക്കുമെന്നും, വളരെ ശാന്തമായിട്ട് പെട്ടെന്ന് ആക്ഷൻ എടുക്കുക, പ്രതികരിക്കുക, ദേഷ്യം വരിക, ഇമോഷൻസൊക്കെ പെട്ടെന്ന് പ്രകടിപ്പിക്കുന്ന ക്യാരക്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ വളരെ റിലാക്സ് ആയിട്ട്, വളരെ സമാധാനപരമായിട്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ കാണുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ നല്ല രീതിയിൽ, വളരെ ക്ഷമയോടുകൂടി നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഇന്ന് ചെയ്യാൻ പറ്റും. മാത്രവുമല്ല നല്ലതും ചീത്തയുമാകുന്ന പല കാര്യങ്ങളും, പല വ്യക്തിബന്ധങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകും. പക്ഷെ അതൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല കേട്ടോ. നിങ്ങൾ വളരെയധികം ദൈവീകമാകുന്ന ഒരു പ്രൊട്ടക്ഷൻ എനർജിയിലാണ് കറൻറ്റ്ലി നിൽക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ, ചിലരെയൊക്കെ സംബന്ധിച്ച് കൃഷ്ണഭക്തർ, അതായത് മഹാവിഷ്ണുവിൻ്റെയൊക്കെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഉപദേഷ്ടാവായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലുമൊക്കെ നല്ലൊരു ഉപദേഷ്ടാവായിട്ട് നിൽക്കാൻ സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം പോസിറ്റീവായ ഒരു എനർജി തന്നെയാണ് ഇന്ന് കുറേ ആളുകളെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും നിങ്ങളുടെ കൈകൾ കൊണ്ട് ചെയ്യുന്നത്, നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് പറയുന്നത്, നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത്, നിങ്ങൾ ചെന്ന് നിൽക്കുന്ന ഇടങ്ങളെല്ലാം പോസിറ്റീവായ വൈബോട് കൂടിയൊരു സിറ്റുവേഷൻസാണ്. കൂടാതെ തന്നെ നിങ്ങൾ ഫാമിലിപരമായിട്ടൊക്കെ നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ പ്രസൻസ് നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ, അത് പേരൻസിനായിക്കോട്ടെ,
മറ്റു ബന്ധങ്ങൾക്കായിക്കോട്ടെ എല്ലാം ഒരു ഹെൽത്തി ഫീലിങ്സ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്നലെ വരെ എന്തായിരുന്നു എന്നതല്ല, ഇന്നു മുതൽ നിങ്ങളിൽ വലിയൊരു മാറ്റം വരുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. ഒരുപാട് ബർഡനൊക്കെ ഏറ്റെടുത്തിരിക്കുന്നവരെ സംബന്ധിച്ച്, അതായത് ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ചുമക്കുന്നവർ, അതുപോലെ തന്നെ മനസ്സുകൊണ്ട് ഒരുപാട് ഭാരം ചുമന്ന് നടക്കുന്നവർ, എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ഒരു ഭാരമാണ്. അത് മനസ്സിനായിക്കോട്ടെ ഫിസിക്കലി ഉള്ള ലൈഫിലായിക്കോട്ടെ വല്ലാത്തൊരു ഭാരം ചുമക്കുന്ന ഒരു ബർഡൻ എനർജിയിലൂടെ കടന്നു പോകുന്ന, എപ്പോഴും ദുഃഖമൊക്കെ മാത്രമാണ്, എൻ്റെ ജീവിതം ഒരു ദുഃഖമാണെന്നൊക്കെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ ഇന്ന് അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഫീൽ ചെയ്യും. നിങ്ങൾക്ക് വളരെ റിലാക്സ് ആയിട്ടുള്ളൊരു ഫീലിങ്സ്, നിങ്ങൾ എവിടെയോ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു, നിങ്ങൾ ആരുടെയോ കരങ്ങളാൽ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സമാധാനമായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു. അതുപോലെ നിങ്ങളിലേക്ക് അനുകൂലമായിട്ട് ഓരോ കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നു ചേരുന്നു. അങ്ങനെ ഒരുപാട് നല്ല ഒരു പോസിറ്റീവാകുന്ന വൈബോടുകൂടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും. ഒരു പക്ഷേ ശത്രുക്കൾ പോലും ഇത്രങ്ങളായിട്ട് ഇന്ന് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന, പെരുമാറാവുന്ന, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം പോലും ആ ഒരു എനർജിയിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത്. ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇമോഷണലിയും വളരെയധികം പോസിറ്റീവാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് മുന്നിൽ ഇമോഷൻസിനൊക്കെ ഹൈഡ് ചെയ്ത് വെച്ച വ്യക്തികൾ, നിങ്ങളോട് ഇമോഷണലി ചിലപ്പോൾ ഒരു സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ നിന്ന വ്യക്തികളെല്ലാം ഇന്ന് നിങ്ങൾ ഫേസ് ടു ഫേസ് വളരെയധികം സ്നേഹത്തോടെ കുറേ സംസാരിക്കാൻ പറ്റുന്നൊരവസരം കാണുന്നുണ്ട്. പാർട്ട്നേഴ്സിൻ്റെ എനർജിയിലായിക്കോട്ടെ, പ്രണയബന്ധത്തിലായിക്കോട്ടെ, മറ്റ് ഏത് മേഖലയിലായിക്കോട്ടെ, നിങ്ങളുമായിട്ട് വലിയ സ്വരച്ചേർച്ച ഇല്ലാതിരുന്നൊരു സിറ്റുവേഷൻസൊക്കെ മാറി ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ അബണ്ടൻസ് ആണ്. വളരെയധികം ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു. വളരെ ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇന്ന് നിങ്ങളുടെ ബന്ധങ്ങളിൽ പോലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഒരു ഇമോഷണൽ അബണ്ടൻസ് ഇന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. കുറച്ച് സംസാരിക്കാൻ, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുമിച്ച് ഇന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ സാധിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. കാരണം ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് എനിക്കിതിൽ നോക്കുമ്പം നിങ്ങൾ ഒരിടത്ത് സ്റ്റക്കാണ്. അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില ഇടങ്ങളിലാണ് ഇന്ന് നിങ്ങൾ സ്റ്റക്കാവുന്നത്. അതായത് ആ ഒരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയമാവാം, അല്ലെങ്കിൽ അവരുടെ ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നതാവാം. ഒരു പോസിറ്റീവ് ആകുന്നൊരു വൈബ് അവിടെയും കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജി കടന്നു വന്നിട്ടുണ്ട്. ആക്ഷൻ എടുക്കപ്പെടുന്നുണ്ട് കേട്ടോ. ഇന്ന് നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് എനർജറ്റിക് ആവുന്ന സിറ്റുവേഷൻസുകൾ, നിങ്ങളുടെ പൊസിഷനിൽ ഏറ്റവും നല്ല റെസ്പെക്റ്റോടു കൂടി നിങ്ങൾക്കിന്ന് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ചിലപ്പോൾ കരിയർ മേഖലയിലൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നവരെ സംബന്ധിച്ച് അവിടെ നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ പൊസിഷന് അതിൻ്റേതായ ഒരു റെസ്പെക്റ്റ് ഇന്ന് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. പാസ്റ്റിലെ ചില കാര്യങ്ങൾ, ഒരു പക്ഷേ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ, അത് കരിയർ മേഖലയിലേക്കൊക്കെ നോക്കുമ്പം നിങ്ങൾ ആഗ്രഹിച്ച തലത്തിലുള്ള ഒരു ഉയർച്ചയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി സംബന്ധമാകുന്ന ചില മാറ്റങ്ങളായിരിക്കാം, നിങ്ങളുടെ ഒരു പൊസിഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചു പിടിക്കാൻ പറ്റുന്നു. ഒരു പക്ഷേ സ്റ്റക്കായി പോവുകയോ അല്ലെങ്കിൽ എന്താ പറയുക, എത്തിച്ചേരാൻ പറ്റില്ല എന്ന് ചിന്തിച്ചതോ ആയ പല കാര്യങ്ങളും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും നിങ്ങളുടെ ബുദ്ധി കൊണ്ടുമൊക്കെ തിരിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വളരെ ഫാസ്റ്റായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചില ഇന്നത്തെ ദിവസം വളരെ നല്ല സമയമാണ് കേട്ടോ. വളരെ പോസിറ്റീവായൊരു ടൈമിംഗ് ആണ്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിവാഹത്തെയൊക്കെ സംബന്ധിച്ച് ഒരു സെലിബ്രേഷനെയൊക്കെ സംബന്ധിച്ചൊക്കെ നിന്ന വ്യക്തികളെ സംബന്ധിച്ച്
വിവാഹയോഗത്തിനുള്ള ഒരു സമയമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ആളുകൾക്ക്. അത് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇനി എനിക്ക് ഈ ലൈഫിൽ മാര്യേജ് അങ്ങനെ ഒരു കാര്യം വേണ്ട എന്നൊക്കെ ചിന്തിച്ചിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന, നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു സോൾ കണക്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ പോസിറ്റീവായ ഒരു ചിലരെ സംബന്ധിച്ചൊരു സെക്കൻഡ് മാര്യേജിൻ്റെ എനർജിയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമതൊരു വിവാഹത്തിന് വേണ്ടിയിട്ട് സിംഗിളായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻസുമായിട്ട് ഒരു പക്ഷേ ഇന്നൊരു മീറ്റപ്പ് എനർജി ഉണ്ടാവാം, അല്ലെങ്കിൽ അതിനു വേണ്ട എല്ലാ മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. വേണ്ട എന്ന് ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിധിയുടെ ഫലമായിട്ട് വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട് ഇതിനകത്ത്. ചില സിറ്റുവേഷൻസുകൾ കാർമിക്കാവുന്ന, നിങ്ങളെ വളരെ ബുദ്ധിമുട്ടിച്ച, നിങ്ങൾക്ക് മടുപ്പ് തോന്നിയിട്ടും നിങ്ങളിങ്ങനെ പെട്ടുകിടന്ന് അതിൽ നിന്ന് മാറിപ്പോകാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനോ ഒന്നും പറ്റാത്ത വിധം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടൊക്കെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പെട്ട് നിൽക്കും അല്ലേ. നമുക്ക് ഊരി പോരാനും പറ്റുന്നില്ല, എന്നാൽ അവിടെ സമാധാനപരമായിട്ട് നിൽക്കാനും പറ്റുന്നില്ല. ഒരു പക്ഷേ പാസ്റ്റിലെ ചില കാര്യങ്ങളെ ബേസ് ചെയ്താവാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാവാം. അങ്ങനെ സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദം കൊണ്ട് നിങ്ങൾ നിലനിന്നിരുന്ന ഇടത്ത് നിന്നും ഇന്ന് കുറേ ആളുകൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം ലഭിക്കുന്നു. അതിനനുസരിച്ച് നിങ്ങൾ ഒരു പുതിയ തുടക്കം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല ഗൈഡൻസ്, ഒരു പക്ഷേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നല്ലൊരു ഗൈഡൻസ് ആയിട്ട് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്തോ മറ്റേതെങ്കിലും രീതിയിൽ പാർട്ട്ണറായിട്ടോ നിങ്ങളെ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന്, നിങ്ങൾ വല്ലാതെ വിമ്മിഷ്ടപ്പെട്ട് മാനസിക സമ്മർദ്ദം അനുഭവിച്ച സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നു. അത് നിങ്ങൾക്ക് നല്ല ഒരു സപ്പോർട്ട് ലഭിച്ചതിൻ്റെ പേരിലാണെന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അത് ജീവിതത്തിലൊരു പുതിയ തുടക്കമാണ് കേട്ടോ. അതുപോലെ ചിലരെ സംബന്ധിച്ച് നിങ്ങൾ ആരെങ്കിലും വേണ്ടി കാത്തിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ചുറ്റും മറ്റു സിറ്റുവേഷൻസുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആരെയാണോ ഫോക്കസ് ചെയ്ത് നിന്നത്, ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നത്, അത് നിങ്ങൾ കുറേ കാലങ്ങളായിട്ട്, വർഷങ്ങൾ, ഒരു 4 വർഷം, 4 ഇയർ എനർജിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. ഒരു 4 വർഷമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവാം. എന്താണെങ്കിലും നിങ്ങൾ കാത്തിരുന്ന, ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന മറ്റ് സിറ്റുവേഷൻസുകളൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടും അതിലേക്കൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ എവിടെയാണോ പൂർണ്ണമായും സമർപ്പിച്ച് നിന്നിരുന്നത്, ആ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കാലം അനുകൂലമാക്കി തരുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസം ഒരു റീയൂണിയൻ പ്രസൻസ് വരുന്നുണ്ട്. അതേത് തരത്തിലെ ബന്ധമായാലും നിങ്ങൾ വളരെ പെയിൻ അനുഭവിച്ച, ടോക്സിക് എനർജിയിലൂടെ പോയ ഒരു ബ്ലോക്ക് എനർജിയിൽ നിന്നിരുന്ന സിറ്റുവേഷൻസ് തന്നെയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ഒരു റീയൂണിയൻ പ്രസൻസിലാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അത് വരാൻ കാരണം കാലം അനുകൂലമായതുകൊണ്ടാണ്. അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ട ബന്ധം തന്നെ ആയിരുന്നു. ഒരു പക്ഷേ നിങ്ങൾക്കൊരു കാർമിക് സിറ്റുവേഷൻസ് അനുഭവിക്കേണ്ടി വന്നതാവാം. നിങ്ങളിൽ നിന്നും വിട്ടുപോകുക, സെപ്പറേറ്റഡ് ആവുക എന്നൊരു യോഗം അതിനകത്ത് ഉണ്ടായിരുന്നു കാണും. എന്താണെങ്കിലും കറൻറ്റ്ലി അത് നിങ്ങളിലേക്ക് റീയൂണിയനായിട്ട് വരുന്നു. അതൊരു കോളാവാം, മെസ്സേജ് ആവാം, മീറ്റപ്പ് എനർജി ആവാം, മറ്റാരുടെയെങ്കിലും ഒരു പ്രസൻസിലൂടെ അവരെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻസുകൾ ലഭിക്കുന്നതാവാം. അവരുടെ മനസ്സ് നിങ്ങൾക്ക് വായിച്ചറിയാൻ, നിങ്ങളോടുള്ള ആ ഒരു കമ്മിറ്റഡ് എനർജി എന്താണ് എന്നുള്ളത് വായിച്ചറിയാൻ സാധിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് ആളുകൾക്കൊരു സ്ട്രെസ് എനർജി ഉണ്ട് കേട്ടോ. നിങ്ങൾ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട്, ഒരു വിദേശവാസത്തിന് വേണ്ടിയിട്ട്, വിദേശ സംബന്ധമാകുന്ന ജോബിനെയോ മറ്റും കണക്റ്റ് ചെയ്ത്, ബിസിനസ് സംബന്ധമാകുന്ന എന്തെങ്കിലും കാര്യത്തെ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പേപ്പർ വർക്കുകളൊക്കെ ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കാലതാമസം കാണുന്നുണ്ട് കേട്ടോ. ഒരു നെഗറ്റീവ് പ്രസൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിക്കുന്നുണ്ട് കേട്ടോ മക്കൾ, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം എല്ലാവരോടും ഓപ്പണായിട്ട് പറയരുത്. അത് നമുക്ക് വല്ലാത്ത പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക്
കുറച്ച് തടസ്സം കുറച്ച് ആളുകളിലുണ്ട്. ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ കുറച്ച് ആളുകളുടെ ലൈഫിൽ. ഒരു പക്ഷേ അതൊരു വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നവർക്കോ അല്ലെങ്കിൽ ജോബ് സംബന്ധമായിട്ട് ഫോക്കസ് ചെയ്യുന്നവർക്കോ ആണ് അത് കാണുന്നത്. ബിസിനസ് പരമായിട്ട് ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഒന്നിലധികം പ്രോബ്ലംസ് നിങ്ങളിൽ നിൽക്കുന്നു. അത് ലീഗൽ പരമാകുന്ന ചില പ്രോബ്ലംസുകളാണ് നിങ്ങളെ പെടുത്തുന്നതായിട്ട് കാണുന്നത്. കാരണം നിങ്ങളെ ഒന്ന് സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നത്, നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്ത വിധം, അല്ലെങ്കിൽ നെക്സ്റ്റ് ആക്ഷൻ എടുക്കേണ്ട എങ്ങനെയാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിൽ നിങ്ങളെ കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതൊരു ബ്ലാക്ക് മാജിക് പ്രസൻസ് ആണ് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില വ്യക്തികൾ നിങ്ങളുടെ ശത്രുവായിട്ടുണ്ടാവാം ഈ കഴിഞ്ഞ സമയങ്ങളിൽ. അതും നിങ്ങൾക്കൊരു ബ്ലാക്ക് മാജിക്ക് പുറത്ത് നിന്നും വന്നിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളെ ഇവിടെ ഒന്ന് പെടുത്തിയിട്ടുണ്ട് കുറച്ച് ആളുകളെ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നു, ബ്ലോക്കേജുകൾ വരുന്നു, തടസ്സങ്ങൾ വരുന്നു, ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട് എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ടെമ്പറൻസ് എനർജി വരുന്നുണ്ട്. സ്ട്രോങ് ആവണം കേട്ടോ. കുറച്ച് ആളുകൾ ഇന്നത്തെ ദിവസം മെൻ്റലി ആൻഡ് ഫിസിക്കലി ഇൻ്റലക്ച്വലി ഒക്കെ നിങ്ങൾ നല്ലൊരു സ്ട്രോങ് ആക്ഷൻ എടുക്കണമെന്നാണ് കാണുന്നത്. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾക്ക് എന്താ പറയുക, ചില തീരുമാനങ്ങൾ, വിധി നടപ്പിലാക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇന്നൊരു വിധി കേൾക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കത് അനുകൂലമല്ല എങ്കിലും നിങ്ങളതിനെ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് കാണുന്നത് കേട്ടോ. വാശിയും ദേഷ്യവും വൈരാഗ്യമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് ക്ഷമയോടുകൂടി ഒരു വിട്ടുകൊടുക്കൽ ചിലരുടെ എനർജിയിൽ ഇന്ന് വേണമെന്ന് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഐസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു സെൽഫ് ലവ് എനർജിയും ഒരു റീയൂണിയൻ പ്രസൻസും, പുതിയ ചില പ്രണയങ്ങൾ, പുതിയ ചില ബന്ധങ്ങൾ നിങ്ങളെ തേടി വരുന്നു. അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ചില ബന്ധങ്ങളാണ് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ആരെങ്കിലുടെയൊക്കെ പ്രസൻസും സഹായകസ്തങ്ങളായിട്ടോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരാൻ സാധ്യതയുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടോ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ചില വ്യക്തികളുടെ പ്രസൻസ് കടന്നു വരാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു ഗ്രോത്ത് ആണ് കാണുന്നത്, സക്സസ് ആണ് കാണുന്നത്. അതായത് ഇമോഷണൽ അബണ്ടൻസ് ആണ്. അതായത് ടോട്ടലി നോക്കിക്കഴിയുമ്പോൾ ഒരു സൺറൈസിങ് പ്രസൻസ് അവിടെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 4 ഓഫ് കപ്സിൻ്റെ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ചില പാഷനുകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ വേണ്ട എന്ന് വെച്ച് നിങ്ങളത് ഉപേക്ഷിച്ച് കളഞ്ഞതാണെങ്കിൽ, ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹത്തോടു കൂടി അതിനുവേണ്ടി പ്രയത്നിച്ച് ചിലപ്പോൾ ഈ മനസ്സുകൊണ്ട് മടുത്ത് നിങ്ങളത് ഉപേക്ഷിച്ച് കളഞ്ഞെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കേണ്ട സമയം ഇപ്പോഴാണ് ആയിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ല ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അത് വന്നു ചേരേണ്ട സമയത്ത് നമ്മളിലേക്ക് വന്നു ചേരും. നമ്മളുടെ ക്ഷമയെ പ്രപഞ്ചം പരീക്ഷിക്കുമെന്നുള്ളത് ഓർക്കുക. അപ്പോൾ അത് വരുമ്പം നിങ്ങൾ മനസ്സുകൊണ്ട് റിജക്റ്റ് ചെയ്യണ്ട. നിങ്ങളുടെ ഒരു ആഗ്രഹം, ഒരു സ്വപ്നം നിങ്ങളെ തേടി ഉടനെ വരുന്നു. ആ വരുന്നത് നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏഞ്ചൽസ് പറയുന്നത് ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് അർഹതയുള്ളത് മറ്റാരിലേക്കെങ്കിലും പോകുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ, ഒരു പക്ഷേ ബന്ധത്തിലൊരു തേർഡ് പാർട്ടി ആയിക്കോട്ടെ, സാമ്പത്തികപരമാകുന്ന കാര്യമായിക്കോട്ടെ, ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ആയിക്കോട്ടെ, നിങ്ങളിലേക്ക് ലഭിക്കേണ്ടത് മറ്റൊരിടത്തേക്ക് മാറിപ്പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, നിങ്ങൾക്ക് കിട്ടേണ്ട പരിഗണന, നിങ്ങൾക്ക് കിട്ടേണ്ട സഹായഹസ്തം, നിങ്ങൾക്ക് കിട്ടേണ്ടതാകുന്ന എന്തെങ്കിലും കാര്യം മറ്റൊരിടത്തേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവിടെ ഒരു ജസ്റ്റിസ് ആണ് കാണിക്കുന്നത്. ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടേ പ്രവർത്തിക്കാവുള്ളൂ, പ്രതികരിക്കാവുള്ളൂ കേട്ടോ. ഇന്നത്തെ ദിവസം യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് ആരെങ്കിലും ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനോ നിങ്ങളോട് ആരെങ്കിലും മത്സരിക്കാനോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളവിടെ ബാലൻസ് ചെയ്യണം കേട്ടോ. അതായത് കാര്യങ്ങളെ അതിൻ്റേതായ ഗൗരവത്തിൽ കണ്ട് ക്ഷമയോടുകൂടി കണക്റ്റ് ചെയ്തു പോവുക. അൺലൈക്കലി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്ന അൺലൈക്കലി എന്ന എനർജിയിൽ.
അപ്പം കർമ്മപരമാകുന്ന ഒരു കാര്യവും നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അസാധ്യമാണ്. കർമ്മയിലേക്ക് വിട്ടുകൊടുക്കുക. ലീഗൽ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും കർമ്മപരമായിട്ട് നിങ്ങൾ ഒരുപാട് പെയിനോ വിഷമങ്ങളോ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴും ദുഃഖവും പ്രോബ്ലംസുകളും തടസ്സങ്ങളും നിങ്ങളെ തേടി വരുന്നുവെങ്കിൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അസാധ്യമാണ്. അത് കർമ്മയ്ക്കായിട്ട്, അതായത് അത് ജസ്റ്റിസായിട്ട് വിട്ടുകൊടുക്കുക. നമ്മളവിടെ സ്ട്രോങ് ആയൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് കേട്ടോ. അതുപോലെ നോ എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആവുക എന്നതാണ് കേട്ടോ. നിങ്ങൾക്കിടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിലൊന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുക എന്നാണ് കാണാൻ പറയുന്നത്.